അല്ല, ഞാൻ വേറെ എൻ്റെ അച്ഛനും അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. മാത്രമല്ല അച്ഛന് നല്ല സംഗീതത്തെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. നല്ല സംഗീതം കേൾക്കുന്ന ആളായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ അന്ന് ഹിസ്ഹാനസ് അബ്ദുള്ളയും അമരവും ധനവും ഈ സിനിമകളൊക്കെയാണ് ആ സമയത്ത്. ഞാൻ ഗന്ധർവൻ ഇതിലെ പാട്ടുകളൊക്കെ ഞാൻ കോളേജിൽ പാടും. കോളേജിലെയും ഈ ചലച്ചിത്ര ഗാന മത്സരങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടും. കോളേജിലെ സ്റ്റുഡൻസ് തന്നെ ഓർക്കസ്ട്രയിൽ പാടുമല്ലോ, വെളിയിൽ നിന്നുള്ള ഓർക്കസ്ട്ര പ്രൊഫഷണൽസ് വരും. ആ സമയത്ത് കോളേജിൽ നടന്ന ചില പരിപാടികളൊക്കെ കാണാൻ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നതും ആർപ്പ് വിളിക്കുന്നതൊക്കെ കാണുമ്പോൾ അച്ഛനത് വളരെ സൈലൻ്റായിട്ട് കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് എന്നോട് ഒരു വാചകം പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ നിൻ്റെ പാട്ട് കേട്ടിട്ട് ആളുകൾ, നിൻ്റെ കൂട്ടുകാരൊക്കെ നിന്നെ എടുത്ത് തോളത്ത് വെച്ച് നടക്കും, യേശുദാസ് പാടിയ പോലെ പാടി എന്നൊക്കെ പറയും. നീ മനസ്സിലാക്കണം യേശുദാസ് ആരാണ്. ഈ ഉദ്ദേശിക്കുന്ന ആളല്ല, അത് വേറെ തലത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് നീ പഠിക്കുക, എന്നിട്ട് എന്തെങ്കിലും മാന്യമായൊരു ജോലി നേടാൻ നോക്കുക, അതിൻ്റെ കൂടെ സംഗീതം കൊണ്ടുപോവുക. അല്ലാതെ പ്രൊഫഷണലായിട്ട് സംഗീതം കൊണ്ടുപോകാൻ നമുക്കാരും സിനിമയിലില്ല. നമ്മുടെ ആരും സിനിമക്കാരോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട. ആദ്യം പഠനത്തിൽ ശ്രദ്ധിക്കുക, എന്നിട്ടൊരു ജോലി സമ്പാദിക്കുക, അതിൻ്റെ കൂടെ നിനക്ക് പറ്റുന്നെങ്കിൽ മ്യൂസിക് കൊണ്ടുപോകുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അച്ഛനും ഞാനൊരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹിച്ച ആളല്ല. പക്ഷേ പിന്നീട് ആയതിനു ശേഷം അതിൽ ഒരുപാട് സന്തോഷിക്കുകയും എപ്പോഴും എൻ്റെ ഓരോ പടവുകളിലും അതിനകത്ത് സന്തോഷിക്കുകയും കൂടെ നിൽക്കുകയും പല കാര്യങ്ങളിലും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്ത ആളാണ്.